എൻ്റെ പേര് ജെനീറ്റ. ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത്. അത് കോവിഡ് സമയത്തായിരുന്നു. അതിന് ഫലമായിട്ട് എനിക്ക് UK പോകാൻ അവസരം ലഭിച്ചിരുന്നു. IELTS എക്സാം എഴുതി അതിൽ പാസ്സായി UK പോകാൻ അവസരം ലഭിച്ചിരുന്നു. അതിനുശേഷം ഞാൻ 2022 ഇവിടെ വന്നിട്ട് നേരിട്ട് ഉടമ്പടി എടുത്തിരുന്നു. അതിലെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു RN എക്സാം പാസ്സാകുക എന്നുള്ളത്. അങ്ങനെ അമേരിക്കൻ RN എക്സാം എനിക്ക് എഴുതാനായിട്ടൊരവസരമുണ്ടായി. എൻ്റെ പപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു RN എക്സാം പാസ്സാകുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ UK ചെന്നിട്ട് പഠിച്ചു. പക്ഷേ എനിക്ക് പഠിക്കാനായിട്ടൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അത് 3 മാസത്തേക്ക് 50,000 രൂപയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പൈസ വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ സമയം കണ്ടെത്തി. എനിക്ക് അവിടെ 5 ദിവസവും ജോലിയുണ്ട്. 5 ദിവസം ജോലിക്ക് ശേഷം വന്നിട്ടിരുന്ന് പഠിക്കണമായിരുന്നു. അങ്ങനെ പഠിച്ചു. പക്ഷേ യൂട്യൂബിൽ നോക്കി പഠിച്ചിരുന്നെങ്കിലും അതൊന്നും അപ്ഡേറ്റഡ് വേർഷൻസ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ട് പഠിച്ചു. പിന്നീട് ഞാൻ അറിഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറയണ RN കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ RN കോഴ്സ് എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കുള്ള ചെറിയൊരു ഫീസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളുടെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. ഞാൻ എക്സാം എഴുതാനായിട്ട് എൻ്റെ സ്ഥലത്തു നിന്നും ലണ്ടനിലാണ് പോയി എഴുതിയത്. അത് എനിക്ക് ഒറ്റയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനും പേടിയായിരുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അമ്മ മാതാവും ഉണ്ണീശോയും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി എക്സാം എഴുതുന്നത്. എക്സാം എഴുതിയപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹോളിൽ വെച്ച് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആൻസർ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻ പഠിച്ചത് വന്നു. പക്ഷേ ആ പഠിച്ച ക്വസ്റ്റ്യനിൻ്റെ ആൻസർ പോലും ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് എനിക്ക് ഷുവർ അല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരുത്. അമ്മ മാതാവിൻ്റെ കൃപാസന പ്രാർത്ഥന ചൊല്ലി, പിന്നെ ഇവിടെ ധ്യാനങ്ങളിൽ പങ്കുചേരുമ്പോൾ ഇവിടെ പാടുന്ന പാട്ടുകൾ പാടി വിശ്വാസ പ്രമാണവും ചൊല്ലി ഒക്കെയാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരുന്നത്. അത് 5 മണിക്കൂറത്തെ എക്സാം ആയിരുന്നു. അപ്പം ആ 5 മണിക്കൂറും നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ഇന്ന ടൈം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലി പോയത് കൊണ്ട് എനിക്ക് സമയം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് 5 മണിക്കൂർ സമയം കൊണ്ട് എനിക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും അതിൽ പാസ്സാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ എനിക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് എനിക്കൊരു പേപ്പറും തന്നിരുന്നു ആ എക്സാം ഹാളിൽ. അപ്പോൾ ആ ഹാളിലും ഞാൻ അവിടെ നിന്ന് വചനം മുഴുവൻ എഴുതിയിട്ട് വിജയം നൽകുന്നത് കർത്താവാണ് എന്ന് പറയുന്ന വചനം എഴുതിക്കൊണ്ടിരുന്നു ആ എക്സാമിൽ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോഴും. അപ്പോൾ എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ സമയം നഷ്ടപ്പെട്ടു, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് പാസ്സാവാൻ സാധ്യതയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു ശരിയാണ്, അങ്ങനെ ആരും തന്നെ പാസ്സായിട്ടില്ല, അപ്പോൾ അത് പാസ്സാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ നിരാശ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പയ്ക്ക് അത് സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇത്രയും നാളത്തെ പ്രോസസ്സിങ്ങിനെടുത്ത പൈസ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുമായിരുന്നു എൻ്റെ സങ്കടം മുഴുവൻ. അപ്പം തിരിച്ച് ഞാൻ ഫ്ലൈറ്റിൽ എൻ്റെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും ഫ്ലൈറ്റ് വേണമായിരുന്നു. അപ്പം ഫ്ലൈറ്റിൽ പോയപ്പം ഞാൻ എയർപോർട്ടിൽ എത്താനായിട്ട് ലേറ്റ് ആയപ്പോൾ എനിക്കിനി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തിരിച്ചെൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും തേനും ബൈബിളും ഉണ്ടായിരുന്ന സ്ഥിതിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പം അവിടെ ചെന്ന് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയും കയറ്റി വിടാം. മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഡിലേഡ് എന്ന് എഴുതി കാണിച്ചു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു പോകുന്ന വഴിക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചെൻ്റെ സ്ഥലത്തെത്തി. അന്ന് രാത്രി പിറ്റേ ദിവസമായിരുന്നു റിസൾട്ട് വരുന്നുണ്ടായിരുന്നത് RN എക്സാമിൻ്റെ. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പം അതിനകത്ത് ദൈവം വിജയം നൽകുമെന്നുള്ള സാരാംശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ദൈവം എനിക്ക് വിജയം നൽകുമെന്നുള്ളത്. അപ്പം ഞാൻ ഫൈനലി അങ്ങനെ റിസൾട്ട് എടുത്ത് നോക്കുകയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് റിസൾട്ട് എടുത്ത് നോക്കുന്നത്. എനിക്ക് ആ ഫെയിലായ റിസൾട്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു പാസ്സാകുമെന്ന്. അപ്പോൾ ഫെയിലാണെന്ന് ഉറപ്പായിരുന്നു. അപ്പം ഫെയിലായ റിസൾട്ട് എനിക്ക് പാസ്ന്ന് വെറുതെയെങ്കിലും എഴുതി കാണിക്കണമേ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഞാൻ റിസൾട്ട് നോക്കി. അപ്പം അവിടെ പാസ്ന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ RN എക്സാം എനിക്ക് ക്ലിയർ ആവാൻ പറ്റി. RN എക്സാം ക്ലിയറായി. അതോടൊപ്പം എനിക്ക് RN എക്സാം ക്ലിയറായാൽ മാത്രം പോരായിരുന്നു, അവിടെ എനിക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റും കൂടെ പാസ്സാവണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ PT എക്സാം ട്രൈ ചെയ്തിരുന്നു. അതും ഇതുപോലെ തന്നെ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോലും പോകാണ്ട് ജോലി സ്ഥലത്തിരുന്ന് തന്നെ ഞാൻ പഠിച്ചിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ രീതികളും
പങ്കുചേരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ധ്യാനം കൂടുകയും എല്ലാ ദിവസവും ബൈബിൾ വായന അരമണിക്കൂർ വായിക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ രാത്രിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് PT എക്സാമും ഞാൻ ചോദിച്ച അതേ സ്കോർ 65 എന്ന് പറയുന്ന അതേ സ്കോർ എനിക്ക് ദൈവം തന്ന അമ്മ മാതാവിൻ്റെ അപേക്ഷ പ്രകാരം ദൈവം തന്നെ ഞാൻ അനുഗ്രഹിച്ചു. പിന്നെ 2022 എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ അരിമ്പാറകളുണ്ടായിരുന്നു. 2 കൈകളിലും എല്ലാ വിരലിലും അരിമ്പാറകളുണ്ടായിരുന്നു. അത് വേദനയുള്ളതുമായിരുന്നു. അപ്പം ഞാനിവിടെ കരീച്ച് കളയാനൊക്കെ നോക്കി, പക്ഷേ എന്നിട്ടും അത് പിന്നീട് വരുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ഉപ്പും തേനും എല്ലാ ദിവസവും തൂത്ത് അങ്ങനെ എൻ്റെ കയ്യിലെ എല്ലാ അരിമ്പാറകളും പോയിരുന്നു. 2023 ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ അരിമ്പാറകളുടെ അനുഭവം പറയാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ വീട് പണി 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 1.5 വർഷവും ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദൈവം കൃത്യസമയത്ത് വേണ്ട സമയത്തെല്ലാം ദൈവം എൻ്റെ അക്കൗണ്ടിലേക്കും എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലേക്കും ബന്ധുക്കൾ വഴിയും ഒക്കെ ഞങ്ങൾക്ക് പൈസ തന്ന് ദൈവം അപ്പം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട് പണി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കയറിത്താമസവും നടന്നു. വീട് പണി ഭംഗിയായി തീർന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നു. പക്ഷേ ഇവിടത്തെക്കുറിച്ച് ഞാൻ അറിയണത് 2019 അപ്പം അന്ന് തൊട്ട് മാതാവിൻ്റെ പ്രാർത്ഥനകളെല്ലാം ചെല്ലാൻ തുടങ്ങിയിരുന്നു. ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2 തവണ. പിന്നീട് ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനാ രീതികളും പങ്കുചേരുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കുകയും ബുധനാഴ്ചത്തെ ഉപവാസം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുർബാന കൂടുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്. പിന്നെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. വൈകുന്നേരവും പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മറ്റുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരുണ്യ പ്രവർത്തികളും ചെയ്തിട്ടുണ്ട്. ഉടമ്പടിയുടെ ഞാൻ UK കൊണ്ട് ഞാൻ ഉടമ്പടി പത്രം ഞാൻ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ വഴി എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തവരുണ്ട്. എൻ്റെ അനിയനും അതിന് ഫലമായിട്ട് തന്നെ വന്നിട്ട് ഉടമ്പടി എടുത്ത് അവനും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജെറിൻ. ഞാനും കടുത്തുരുത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സഹോദരിയാണിത്. ഞാൻ ആദ്യമായി ഇവിടെ എത്തുന്നത് എൻ്റെ എക്സാം പാസ്സായതിന് ശേഷമാണ്. കാരണം 2022 ഞാൻ എൻ്റെ BSc നേഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതുന്നത്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ വർഷം തൊട്ട് 3ാമത്തെ വർഷം വരെ പെട്ടെന്ന് എളുപ്പം പാസ്സാകാമെങ്കിൽ തീർച്ചയായിട്ടും 4ാമത്തെ വർഷവും എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പൊക്കോളുമെന്ന്. അപ്പം അങ്ങനെ ഒത്തിരി പഠിക്കാനൊന്നും കഴിവുള്ള ആളല്ലെങ്കിലും ഞാൻ ചുമ്മാ പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോകുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, 4ാമത്തെ വർഷവും എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോകുമെന്ന്. അന്നേരമാണ് ഞാൻ 4th ഇയർ എക്സാമിനായി എഴുതാനായിട്ട് ഹോളിൽ കയറിയപ്പം ഓൾറെഡി എക്സാം പാടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പോലും എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഡെസ്കിൽ തല കുനിച്ച് കടന്നു. നമുക്കറിയാവുന്ന തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം പോയി. കാരണം പഠിച്ചതുപോലും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അന്നേരം അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെയോ എക്സാം എഴുതി തീർത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള ഒരാൾ, എൻ്റെ കൂട്ടുകാരൻ, അവൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അന്നേരം അവനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു പകുതി മനസ്സിൽ നിൽക്കുമായിരുന്നു. കാരണം ഈ ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അന്ന് ആ സമയത്ത് ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നാട്ടിൽ ചെന്നിട്ട് ഉടമ്പടി എടുക്കാം എന്ന് നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു റിലാക്സേഷനായി. പിന്നെ എനിക്ക് ജയിപ്പിച്ചോളും എന്നുള്ളൊരു ബോധവും എൻ്റെ മനസ്സിൽ വന്നു. കാരണം പപ്പായാണെങ്കിലും പറഞ്ഞു, അത് ഇനിയിപ്പോൾ പേടിക്കേണ്ട, ചേച്ചി പറഞ്ഞതല്ല. ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചി ഓൾറെഡി നമ്മളിവിടെ ഭയങ്കര ഭക്തി ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചേച്ചിയാണ് ഇവിടെ വരുന്നത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞതുപോലെ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിയും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉറപ്പാണ്
ഞാൻ 4 വർഷം എഴുതിയ അത്രയും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഏറ്റവും പാടുള്ള എക്സാമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതായത് ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായത്. അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ മാതാവും പിതാവായ തമ്പുരാനും എനിക്ക് മാർക്ക് തന്നത് ഇവിടെ ഉടമ്പടി എടുത്താമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിനെ പ്രതിയാണെന്ന്. അതിനെ പ്രതി ഞാനിവിടെ നാട്ടിൽ വന്നു. ഞാൻ ബാപ്പുജി കോളേജ് ഓഫ് നഴ്സിംഗ് ദാവൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത്. നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. ഒരു മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ കഴിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷവും എൻ്റെ ആത്മീയ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളുണ്ടായി. കാരണം ഞാൻ ഡെയിലി ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ പത്രങ്ങൾ കൊടുക്കാൻ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ മാറി ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൽ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഇവിടെ സഹോദരനും സഹോദരിയും ജെനിറ്റ ജോണും ജെറിൻ ജോണും തങ്ങളുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകൾ, ഒരാൾ UK-യിലാണ്, ഒരാൾ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയും, അങ്ങനെ തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കും, അതായത് പ്രത്യേകിച്ച് RN എക്സാം അത് ക്ലിയർ ആക്കുവാനും, എന്നാൽ അതിനൊരു പ്രത്യേക കോഴ്സൊന്നും കൂടാതെ തന്നെ ആ കോഴ്സിന് വേണ്ടി വരുന്ന തുക അത് തനിക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കോഴ്സൊന്നും കൂടാതെ തന്നെ തനിക്ക് എക്സാം ക്ലിയർ ആക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം തനിക്ക് കഴിഞ്ഞു. ഉടമ്പടി ആരാധനയിൽ ഇവിടെ പാടുന്ന പാട്ടുകൾ, അതുപോലെ വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇതൊക്കെയാണ് താൻ എക്സാം ഹോളിൽ റിപ്പീറ്റായിട്ട് താൻ പഠിക്കുന്ന സമയത്ത് അതാണ് താൻ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുക. അങ്ങനെ കൂടുതൽ സമയം തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഈ മകള് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് ആരും പഠിക്കണ്ട എന്നല്ല, എന്നാൽ പഠിച്ചിട്ടും കിട്ടാത്ത എത്രയോ അനുഭവങ്ങൾ അത് ജെറിൻ ജോൺ തന്നെ ഇവിടെ പങ്കുവെച്ചു. തനിക്ക് പഠിച്ചതുപോലും എഴുതാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എക്സാം ഹാളിൽ ഡെസ്കിൽ താൻ തല കുനിച്ച് കിടന്ന് അറിയാതെ താൻ കരഞ്ഞുപോയി എന്നാണ് ഈ മകൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നാം പഠിക്കുന്നോ ഇല്ലയോ അതുമാത്രമല്ല പ്രധാനം, പഠനം പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ദൈവകൃപ, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇഴുകിച്ചേരുന്ന ഒരനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഉടമ്പടി എന്നുള്ളതാണ്. നാം എന്തോ ആണ്, അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കും എന്ന് നാം ചിന്തിക്കുമ്പോഴും നാം ഒന്നുമല്ല എന്ന സീറോ മെറിറ്റിലേക്ക് നാം തന്നെ ബോധ്യമുള്ളവരായിട്ട് വരുമ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നു. അങ്ങനെ തനിക്ക് PT എക്സാമും പാസ്സാകാനായിട്ട് സാധിച്ചു. ആ സമയത്തൊക്കെ തനിക്ക് തൻ്റെ യാത്രയിലുടനീളവുമൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെയുണ്ടായി. അങ്ങനെ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ മകൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ നാം കേട്ടതുപോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് എന്ന് ഈ 2 സഹോദരങ്ങളും ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, തനിക്ക് UK-യിൽ കൃപാസന പത്രം ലഭിക്കാത്തത് കൊണ്ട് താൻ എന്താണ് ചെയ്യുന്നത്, അതായത് പത്രം കിട്ടുന്നില്ലല്ലോ, എന്നാൽ ഇനി ഓക്കെ, അതല്ല, തനിക്കുള്ള സാഹചര്യങ്ങൾ ഇനി വേറെ ഏത് രീതിയിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഉടമ്പടി ജീവിതത്തോട് ആത്മാർത്ഥത കാട്ടുന്ന ഓരോ മക്കളും ചെയ്യേണ്ടതും ചെയ്യുന്നതും. താൻ പത്രം ഡൗൺലോഡ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ എന്തുമാത്രം നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ, സമയമെടുക്കുവാൻ, നമ്മുടെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ അവിടെ ദൈവം വിജയിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് യുദ്ധം ചെയ്ത് നമ്മെ ഉയർത്തുകയാണ്. ഇന്ന് ഈ മക്കളിവിടെ തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവർ മനുഷ്യരുടെ മുമ്പിൽ പ്രഘോഷിക്കുമ്പോൾ നമുക്കും സന്തോഷിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.